നമസ്കാരം. ഇന്ന് നമ്മൾ മനുഷ്യന്റെ ഓർമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ ഒരുപാട് സ്വാധീനിച്ചൊരാശയത്തിലേക്ക് ആഴത്തിലൊന്നിറങ്ങി നോക്കുകയാണ്. വിവര സംസ്കരണ മാതൃകകൾ, അതായത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽസ്. വില്യം പോളാർഡ് പറഞ്ഞൊരു കാര്യമുണ്ട്. വിവരം നല്ലതാണ്, പക്ഷേ അത് ടീക് ടാക്ക് ക്രമീകരിച്ചുപയോഗിച്ചില്ലെങ്കിൽ അതൊരു ഭാരമാകും, അല്ലേ? ശരിയാണ്. അതുതന്നെയാണ് ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗിന്റെ ഒരു പ്രധാന പോയിന്റ്. അപ്പോൾ എന്താണ് ഈ വിവര സംസ്കരണം, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു 1940കളിലും 50കളിലുമാണോ അത് വരുന്നത്? അതെ, ആ സമയത്താണ് ഈ ആശയം രൂപപ്പെടുന്നത്. അടിസ്ഥാനപരമായി മനുഷ്യന്റെ ചിന്തയെ ഒരു കമ്പ്യൂട്ടർ പോലെ കാണുന്ന രീതി. ഓഹോ, കമ്പ്യൂട്ടർ പോലെയോ? അതായത് മനസ്സൊരു സോഫ്റ്റ്വെയർ പോലെയും തലച്ചോർ ഹാർഡ്വെയർ പോലെയും. നമ്മൾ എങ്ങനെയാണ് വിവരങ്ങൾ ശ്രദ്ധിക്കുന്നത്, അതിനെ മനസ്സിലാക്കുന്നത്, എൻകോഡ് ചെയ്യുന്നത്? അതിനെ ഒരു ക്രമത്തിലാക്കുന്നത്, സ്ട്രക്ചർ ചെയ്യുന്നത്, സൂക്ഷിച്ചു വെക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത്, പിന്നീട് ഓർത്തെടുക്കുന്നത്, റിട്രീവ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ്. കൊള്ളാം. അപ്പോൾ ഇതിൽ ഓർമ്മ, മെമ്മറി ഒരു പ്രധാന കളിക്കാരനാണെന്ന് തോന്നുന്നു. തീർച്ചയായും. ഓർമ്മയെക്കുറിച്ച്, മെമ്മറിയെക്കുറിച്ച് 1960കളിലൊക്കെ ഒരുപാട് ഗവേഷണങ്ങൾ നടന്നു. വിവരങ്ങൾ തലച്ചോറിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും വന്നു. ശരി. ഇന്ന് നമ്മൾ അങ്ങനെയുള്ളൊരു ആദ്യകാല സിദ്ധാന്തം, ഓർമ്മയെ രണ്ടായി തരംതിരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മോഡലാണ് നോക്കുന്നത്. അതെ. അപ്പോ ഇന്നത്തെ നമ്മുടെ ഒരു ലക്ഷ്യം ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് കാഴ്ചപ്പാടിൽ ഓർമ്മയെ എങ്ങനെ കണ്ടു എന്നും അതിലെ പ്രധാനപ്പെട്ട ഒരു തുടക്കക്കാരനായ വോയുടെയും നോർമന്റെയും സിദ്ധാന്തം എന്താണെന്നും മനസ്സിലാക്കുക എന്നതാണ്. ശരിയാണ്. അപ്പോ നമുക്കതിലേക്ക് കടക്കാം. ഈ വോ ആൻഡ് നോർമൻ മോഡൽ 1965 വന്നു എന്ന് പറഞ്ഞു. അതെ, 1965. ഇതൊരു ഇരട്ട ഘടനയുള്ള ഡ്യുവലിസ്റ്റിക് ഒരു സിദ്ധാന്തമാണ്. അതായത് ഓർമ്മയ്ക്ക് അടിസ്ഥാനപരമായി 2 തരം സംഭരണികൾ, സ്റ്റോറേജ് സിസ്റ്റംസ് ഉണ്ടെന്നവർ പറഞ്ഞു. 2 തരം? അതെ. ഒന്ന് പ്രാഥമിക ഓർമ്മ, പ്രൈമറി മെമ്മറി, PM എന്ന് പറയും. നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്ന വളരെ കുറച്ചു നേരം മാത്രം, ഒരു ഷോർട്ട് ടേം സ്റ്റോറേജ് പോലെ. ഓക്കെ, ഹ്രസ്വകാല ഓർമ്മ, ഷോർട്ട് ടേം സ്റ്റോറേജ്. അതെ. പിന്നെ രണ്ടാമത്തേത് ദ്വിതീയ ഓർമ്മ, സെക്കൻഡറി മെമ്മറി, SM. ഇത് കൂടുതൽ കാലം നിലനിൽക്കുന്ന ഓർമ്മകൾക്കുള്ളൊരു വലിയ സംഭരണി, ലോങ് ടേം സ്റ്റോറേജ്. അപ്പോൾ ഈ പ്രാഥമിക ഓർമ്മ, PM, വളരെ ചെറുതാണ്, പരിമിതമാണെന്നാണോ? തലച്ചോറിലെ പെട്ടികൾ എന്നൊരു താരതമ്യം പിന്നീട് വന്നിട്ടുണ്ടല്ലോ. വന്നിട്ടുണ്ട്. ഈ ആശയം വില്യം ജെയിംസിന്റെ പഴയ ചില ചിന്തകളിൽ നിന്നോ പ്രചോദനം ഉൾക്കൊണ്ടാണ് അവർ കൊണ്ടുവന്നത്. PMന് വളരെ കുറച്ച് കപ്പാസിറ്റിയേ ഉള്ളൂ. ശരി. അതിലെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള വിവരങ്ങൾ നഷ്ടപ്പെടുന്നത് വെറുതെ സമയം പോകുന്നതുകൊണ്ട് മാത്രമല്ല, ഡീകേ കാരണം മാത്രമല്ല. പിന്നെയോ? പ്രധാനമായും പുതിയ വിവരങ്ങൾ വരുമ്പോൾ അത് പഴയതിനെ തള്ളി മാറ്റുന്നതുകൊണ്ടാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഡിസ്പ്ലേസ്മെന്റ്. അതായത് പുതിയത് വരുമ്പോൾ പഴയതിന് സ്ഥലമില്ലാതാകുന്നു. ഒരു ഫയൽ ക്യാബിനറ്റിൽ പുതിയ ഫയൽ വെക്കുമ്പോൾ പഴയത് മാറ്റുന്നത് പോലെ. അതെ, അങ്ങനെ ഒരു ഉദാഹരണം പറയാം. അതിന് വളരെ പരിമിതമായ സ്ഥലമേ ഉള്ളൂ. ഇത് വെറുതെ പറയുന്നതാണോ, അതോ അവരിത് തെളിയിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പരീക്ഷണം? ഉണ്ടുണ്ട്. അവരൊരു പരീക്ഷണം നടത്തി. കുറച്ച് ആളുകളെ 16 അക്കങ്ങൾ വീതമുള്ള ലിസ്റ്റുകൾ കേൾപ്പിച്ചു. 16 അക്കങ്ങൾ? ഓക്കെ. ചിലപ്പോൾ പതുക്കെ, ഓരോ സെക്കൻഡിൽ ഒരക്കം എന്ന രീതിയിൽ. മറ്റു ചിലപ്പോൾ വളരെ വേഗത്തിൽ, ഒരു സെക്കൻഡിന്റെ 1/4 സമയം കൊണ്ട് ഒരക്കം എന്ന രീതിയിൽ. ഓ, ഭയങ്കര വേഗത്തിൽ. അതെ. ചോദ്യം ഇതായിരുന്നു: പതുക്കെ കേൾക്കുമ്പോൾ കൂടുതൽ മറക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സമയം ഒരു ഘടകമാണ്, ഓർമ്മ മാഞ്ഞുപോകുന്നു, ഡീകേ സംഭവിക്കുന്നു. ശരി. എന്നാൽ വേഗതയൊരു പ്രശ്നമല്ലെങ്കിൽ, 2 രീതിയിലും ഏകദേശം ഒരുപോലെയാണ് ഓർക്കുന്നതെങ്കിൽ അതിനർത്ഥം പുതിയ അക്കങ്ങൾ വരുന്നത് പഴയതിനെ ഓർക്കുന്നതിൽ തടസ്സമുണ്ടാക്കുന്നു. ഇന്റർഫെറൻസ് ആണ് പ്രധാന പ്രശ്നം. കൊള്ളാം, രസകരമായ പരീക്ഷണം. അപ്പോ എന്തായിരുന്നു റിസൾട്ട്? വേഗത പ്രശ്നമായിരുന്നോ? അതാണ് രസം. 2 വേഗതയിലും ഓർത്തെടുക്കുന്നതിൽ വലിയ വ്യത്യാസം കണ്ടില്ല. ആണോ? അതെ. ഇതിൽ നിന്ന് അവർ എത്തിച്ചേർന്ന നിഗമനം ഇതാണ്: നമ്മുടെ ഈ ഹ്രസ്വകാല ഓർമ്മയിൽ SPL നിന്ന് വിവരങ്ങൾ പോകാനുള്ള പ്രധാന കാരണം ഡീകേ അല്ല, മറിച്ച് ഇന്റർഫെറൻസ് ആണ്. പുതിയ വിവരങ്ങൾ പഴയതിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോ ആ ഇന്റർഫെറൻസ്, തടസ്സപ്പെടുത്തൽ, അതാണ് SPLലെ ഓർമ്മ നഷ്ടപ്പെടാൻ ഡീകേയേക്കാളും പ്രധാന കാരണം. അതെ. നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി ഒരു അരിപ്പ പോലെയല്ല, മറിച്ച് തിരക്കുള്ളൊരു മുറി പോലെയാണ്. പുതിയ ആൾക്കാർ വരുമ്പോൾ പഴയവർക്ക് സ്ഥലം കൊടുക്കേണ്ടി വരും.
ഇത് നമ്മൾ ദിവസവും അനുഭവിക്കുന്നതാണല്ലോ അല്ലേ? ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ വാചകൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. അത് PM-ലുള്ളതുകൊണ്ട്. ശരിയാണ്. പക്ഷേ ഒരു 5 മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യം ചോദിച്ചാൽ ചിലപ്പോൾ നോർത്തെടുക്കേണ്ടി വരും. ഒരു ഫോൺ നമ്പർ കേട്ട് അത് ഡയൽ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ആദ്യത്തെ അക്കങ്ങൾ, അതൊക്കെ ഈ ഇന്റർഫിയറൻസ് കാരണം സംഭവിക്കുന്നതാണോ? അതെ, നല്ല ഉദാഹരണമാണ്. നമ്മൾ ആവർത്തിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ, റിഹേഴ്സൽ ചെയ്തില്ലെങ്കിൽ പുതിയ വിവരങ്ങൾ പഴയതിനെ PM-ൽ നിന്ന് പുറത്താക്കും. റിഹേഴ്സൽ, ആവർത്തനം. അതെ, ഒരു വിവരം നമുക്ക് പ്രധാനപ്പെട്ടതാണെങ്കിൽ നമ്മളത് മനസ്സിൽ വീണ്ടും വീണ്ടും പറയും, അല്ലേ? ആ റിഹേഴ്സലാണ് വിവരത്തെ PM-ൽ നിന്ന് SM-ലേക്ക്, അതായത് ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേമിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഒരു പ്രധാന വഴി. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ വോയും നോർമനും മുന്നോട്ട് വെച്ച മോഡൽ നമ്മുടെ ഹ്രസ്വകാല ഓർമ്മയുടെ ഒരു പരിമിതി, അതിന്റെ കപ്പാസിറ്റി കുറവാണെന്നും അവിടെ ഓർമ്മ പോകുന്നത് പ്രധാനമായും പുതിയവ തടസ്സപ്പെടുത്തുന്നത് കൊണ്ടാണെന്നും സ്ഥാപിച്ചു. കൃത്യമായി പറഞ്ഞാൽ അതാണ്. PTM-ന്റെ കപ്പാസിറ്റി അളക്കാനും അതിലെ ഫൊഗറ്റിങ്ങിന് കാരണം ഇന്റർഫിയറൻസ് ആണെന്ന് കണ്ടെത്താനും ഈ മോഡൽ ഒരുപാട് സഹായിച്ചു. ഇത് പിന്നീട് വന്ന പല ഓർമ്മ സിദ്ധാന്തങ്ങൾക്കും, അറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ പോലെയുള്ളവയ്ക്ക് ഒരടിത്തറയിട്ടു എന്ന് പറയാം. ശരി. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായിരിക്കും? പ്രധാനമായും നമ്മുടെ ആ പെട്ടെന്നുള്ള ഓർമ്മ, ഷോർട്ട് ടേം മെമ്മറി, വളരെ വളരെ ചെറുതാണ്. പുതിയ വിവരങ്ങൾ വരുമ്പോൾ പഴയവ എളുപ്പം മറന്നു പോകാമെന്നുള്ളൊരു തിരിച്ചറിവ്. അപ്പോ ഇവിടെ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഒരു കാര്യം പഠിക്കുമ്പോഴോ ഓർത്തുവെക്കാൻ ശ്രമിക്കുമ്പോഴോ ഈ ഹ്രസ്വകാല ഓർമ്മയിലുള്ള വിവരങ്ങളെ PM ദീർഘകാല ഓർമ്മയിലേക്ക് SM മാറ്റാൻ നിങ്ങൾ എത്രത്തോളം ബോധപൂർവം ഈ പറയുന്ന റിഹേഴ്സൽ, ആവർത്തനം പോലുള്ള വഴികൾ ഉപയോഗിക്കുന്നുണ്ട്? ശരിയാണ്. നമ്മുടെ ഓർമ്മയുടെ ഈയൊരു അടിസ്ഥാന സ്വഭാവം അത് മനസ്സിലാക്കുന്നത് നമ്മുടെ പഠനരീതികളെയൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കില്ലേ? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. ഓർമ്മകളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കാറില്ലേ? ചിലതൊക്കെ പെട്ടെന്ന് മറക്കും, ചിലത് എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മ കാണും. അപ്പോൾ മനുഷ്യന്റെ ഓർമ്മ എങ്ങനെയാണ് ഈ പ്രവർത്തിക്കുന്നത്? അത് വിശദീകരിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മോഡലാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്, അറ്റ്കിൻസൺ ഷിഫ്രിൻ സ്റ്റേജ് മോഡൽ. നമ്മുടെ കയ്യിലുള്ള കുറച്ച് മെറ്റീരിയൽസ് വെച്ച് ഈ മോഡൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വിവരം എങ്ങനെ നമ്മുടെ ഓർമ്മയുടെ ഭാഗമാവുന്നു, സംഭരിക്കുന്നു, പിന്നെ ആവശ്യമുള്ളപ്പോൾ എടുത്തുപയോഗിക്കുന്നു. ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടണം. ശരി, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ മോഡലിൻ്റെ ഒരു പ്രധാന ആശയം, ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന ഒന്നല്ല, അല്ലേ? പല ഘട്ടങ്ങൾ, പല സ്റ്റേജുകളുണ്ട് ഇതിന്. പുതിയൊരു കാര്യം നമ്മൾ അറിഞ്ഞാൽ അത് സ്ഥിരമായി ഓർമ്മയിൽ നിൽക്കുന്നതിന് മുൻപ് പല കടമ്പകൾ കടക്കണം. 1968 അറ്റ്കിൻസണും ഷിഫ്രിനുമാണ് ഇത് കൊണ്ടുവന്നത്. അതെ, ശരിയാണ്. വളരെ സിമ്പിളായിട്ട് ഒരു കമ്പ്യൂട്ടർ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന പോലെ ഒരു ഐഡിയ ആണ് അവർ കൊടുത്തത്. നമ്മുടെ ഓർമ്മയും ഇതുപോലെ ചില സ്റ്റെപ്പുകളിലൂടെ കടന്നുപോകുന്നു. പ്രധാനമായിട്ടും 3 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 3 സ്റ്റോറുകൾ എന്ന് പറയാം. ഒന്ന് സെൻസറി മെമ്മറി, 2 ഷോർട്ട് ടേം മെമ്മറി, ഇതിനെ STM എന്ന് ചുരുക്കി പറയാം, അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറി എന്നും പറയും. പിന്നെ മൂന്നാമത്തേത് ലോങ് ടേം മെമ്മറി, അതായത് LTM. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് സെൻസറി മെമ്മറി, നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി, അതായത് കാഴ്ച, കേൾവി, തൊടുമ്പോഴുള്ള അനുഭവം, ഇതൊക്കെ വഴി പുറത്തുനിന്നുള്ള വിവരങ്ങൾ ആദ്യം എത്തുന്നത് ഇവിടെയാണ്, അല്ല? പക്ഷെ ഇത് ഭയങ്കര ഷോർട്ടാണെന്ന് കേട്ടല്ലോ. കാഴ്ചയാണെങ്കിൽ 1 സെക്കൻഡിന്റെ ചെറിയൊരു ഭാഗം, കേൾവിയാണെങ്കിൽ 4-5 സെക്കൻഡ്, അത്രേ ഉള്ളൂ. അതെ, ശരിക്കും ഒരു മിന്നായം പോലെയാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ ഓരോ ചെറിയ കാര്യവും ആദ്യം ഈ സെൻസറി രജിസ്റ്ററിൽ വരും. പക്ഷേ നമ്മളതിന് പ്രത്യേകിച്ച് ശ്രദ്ധ, അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ അത് അപ്പം തന്നെ പോകും, മാഞ്ഞു പോകും. ഇതൊരു എൻട്രി പോയിന്റ് അല്ലെങ്കിൽ ഒരു ഫിൽട്ടർ പോലെയാണ്. ഓർമ്മയിലേക്ക് പോകേണ്ട എല്ലാ ഇൻഫോർമേഷനും ഇതിലൂടെ കടന്നു പോകണം. പക്ഷെ എല്ലാം കടന്നു പോകില്ല. എന്നാൽ ചിലപ്പോൾ ശ്രദ്ധ കൊടുക്കാതെ തന്നെ ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിസിറ്റി അടുത്ത സ്റ്റേജിലേക്ക് പോയെന്നും വരാം കേട്ടോ. ശരി. ഉദാഹരണത്തിന് നമ്മൾ സ്ഥിരം പോകുന്ന വഴി, അതിനെക്കുറിച്ച് നമ്മൾ ബോധപൂർവം ചിന്തിക്കുന്നില്ലെങ്കിലും ഓർത്തുവെക്കുന്നുണ്ടല്ലോ. അപ്പോ ഈ ശ്രദ്ധ കിട്ടുന്ന വിവരങ്ങൾ അത് നേരെ പോകുന്നത് ഷോർട്ട് ടേം മെമ്മറിയിലേക്കാണ്, STM. ഇതിനെ വർക്കിംഗ് മെമ്മറി എന്നും വിളിക്കുന്നുണ്ടല്ലേ? ഇവിടെയാണോ നമ്മൾ
ബോധപൂർവം കാര്യങ്ങൾ ഓർക്കുന്നതും ചിന്തിക്കുന്നതുമൊക്കെ. പുതിയ വിവരങ്ങൾ എടുത്ത് തൽക്കാലത്തേക്ക് അവിടെ വെച്ച് ഉപയോഗിക്കാം. ഒരു ഫോൺ നമ്പർ കേട്ടിട്ട് അത് ഡയൽ ചെയ്യുന്നത് വരെ ഓർക്കുന്നത് ഈ മെമ്മറിയിലാണ്. ഓക്കെ. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. ഏകദേശം ഒരു 20-30 സെക്കൻഡൊക്കെ സാധാരണഗതിയിൽ വിവരങ്ങൾ അവിടെ നിൽക്കും. അതുപോലെ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ എണ്ണത്തിനും ഒരു പരിധിയുണ്ട്. സാധാരണ പറയുന്നത് ഒരു 5 തൊട്ട് 9 കാര്യങ്ങൾ വരെ, അല്ലെങ്കിൽ ഓർക്കാൻ എളുപ്പത്തിന് മാജിക്കൽ നമ്പർ 7+or-2, 7+or-2 എന്ന് പറയാറുണ്ട്. അപ്പോ ഈ കുറഞ്ഞ സമയത്തിനപ്പുറം ഓർക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഈ 20-30 സെക്കൻഡ് കഴിഞ്ഞാ അത് പോവോ? അവിടെയാണ് റിഹേഴ്സൽ എന്ന പ്രക്രിയ വരുന്നത്. അത് സഹായിക്കും. റിഹേഴ്സൽ? അതെ, പ്രധാനമായിട്ടും 2 തരം റിഹേഴ്സലുണ്ട്. ഒന്ന് മെയിൻ്റനൻസ് റിഹേഴ്സൽ. ഇത് നമ്മളൊരു കാര്യം മറക്കാതിരിക്കാൻ വീണ്ടും വീണ്ടും മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടോർക്കുന്നില്ലേ, അതുതന്നെ. ആ ഫോൺ നമ്പർ മനസ്സിൽ ആവർത്തിക്കുന്നത് പോലെ. ഇത് തൽക്കാലത്തേക്ക് ഷോർട്ട് ടേം മെമ്മറിയിൽ ആ വിവരം നിലനിർത്താൻ സഹായിക്കും. ഓക്കെ. പക്ഷേ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകാൻ കൂടുതൽ സാധ്യതയുള്ളത് രണ്ടാമത്തെ ടൈപ്പാണ്. അതാണ് എലാബറേറ്റീവ് റിഹേഴ്സൽ. ഇവിടെ നമ്മൾ പുതിയതായി കിട്ടിയ വിവരത്തെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാൻ ശ്രമിക്കും. അതായത് വെറുതെ ഉരുവിടാതെ അതിനൊരർത്ഥം കൊടുക്കുക, അല്ലെങ്കിൽ പഴയ ഓർമ്മകളുമായി ലിങ്ക് ചെയ്യുക, അല്ലേ? അതെ അതെ. ഒരു പുതിയ പേര് പഠിക്കുമ്പോൾ ആ പേരുള്ള വേറൊരാളുമായി ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ ആ വാക്കിന് എന്തെങ്കിലും ചിത്രം മനസ്സിൽ കാണുക, അങ്ങനെ പല രീതിയിൽ ചെയ്യാം. ഇത് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. ഇങ്ങനെ എലാബറേറ്റീവ് റിഹേഴ്സൽ ചെയ്യുമ്പോഴാണ് വിവരം അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ലോങ് ടേം മെമ്മറിയിലേക്ക്, LTMലേക്ക് പോകാൻ കൂടുതൽ സാധ്യത. അപ്പോൾ ശരിയായി റിഹേഴ്സ് ചെയ്ത കാര്യങ്ങൾ LTMൽ എത്തുന്നു. അവിടെ എത്തിയാൽ പിന്നെ അതൊരു പെർമനന്റ് സ്റ്റോറേജ് പോലെയാണോ? അവിടെ കാര്യങ്ങൾ എത്ര കാലം നിൽക്കും? ദിവസങ്ങളോ മാസങ്ങളോ അതോ ജീവിതകാലം മുഴുവനും? ശരിക്കും പറഞ്ഞാൽ LTMന്റെ കപ്പാസിറ്റിക്ക് ഒരു ലിമിറ്റ് ഇല്ലെന്നാണ് കരുതുന്നത്. അവിടെ എത്തുന്ന വിവരങ്ങൾ കുറേയൊക്കെ കാലങ്ങളോളം, ചിലപ്പോൾ ജീവിതകാലം മുഴുവനും നിലനിൽക്കും. അവിടെ വിവരങ്ങൾ വെറുതെ കൂട്ടിയിടുകയല്ല, അതൊരു ഓർഗനൈസ്ഡ് രീതിയിലാണ് സൂക്ഷിക്കുന്നത്, കാറ്റഗറികളായിട്ട്. ഓഹോ. അതുകൊണ്ടാണ് ഒരു കാര്യം ഓർക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വേറെ കാര്യങ്ങളും ഓർമ്മ വരുന്നത്. ഈ ഓർഗനൈസേഷനെക്കുറിച്ച് പല തിയറികളുണ്ട്. ബ്രൂണർ പറഞ്ഞ പോലെ നമ്മൾ എന്തിനേയും മനസ്സിലാക്കുന്നത് അതിനെ തരംതിരിച്ചാണല്ലോ. ടു പെർസീവ് ഈസ് ടു കാറ്റഗറൈസ്. ടൾവിംഗ് ഈ LTMനെ പ്രധാനമായിട്ടും 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് എപ്പിസോഡിക് മെമ്മറി. ഇത് നമ്മുടെ പേഴ്സണൽ അനുഭവങ്ങൾ, ജീവിതത്തിലെ സംഭവങ്ങൾ, അങ്ങനെയുള്ള ഓർമ്മകളാണ്. നിങ്ങളുടെ ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയത് ഓർക്കുന്നത് പോലെ. എന്റെ ജീവിതത്തിലെ എപ്പിസോഡുകൾ. അതെ. രണ്ടാമത്തത് സിമാന്റിക് മെമ്മറി. ഇത് ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ പൊതുവായ അറിവുകളാണ്, ഫാക്ട്സ്, കോൺസെപ്റ്റ്സ് ഒക്കെ. ഉദാഹരണത്തിന് കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം ആണ് എന്നുള്ള അറിവ്. ഇത് നമ്മൾ എപ്പോ എങ്ങനെ പഠിച്ചു എന്നൊന്നും ഓർക്കാതെ തന്നെ നമുക്ക് ഈ വിവരം അറിയാം, അല്ലേ? അതാണ് സെമാന്റിക് മെമ്മറി. ഈ എപ്പിസോഡിക് സെമാന്റിക് മെമ്മറികളെ ഒരുമിച്ച് ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയാറുണ്ട്. കാരണം നമുക്കിത് വാക്കുകളിലൂടെ ഡിക്ലെയർ ചെയ്യാൻ, വിശദീകരിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അനുഭവങ്ങളും അറിവുകളും. ഇത് കൂടാതെ വേറെ ടൈപ്പ് ലോങ് ടേം മെമ്മറി ഉണ്ടോ? നേരത്തെ പറഞ്ഞല്ലോ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത്. അത് ഇതിൽ ഏതിലെങ്കിലും വരുമോ? അതൊരു അനുഭവമാണോ അതോ അറിവാണോ? നല്ല ചോദ്യം. അത് വരുന്നത് വേറൊരു കാറ്റഗറിയിലാണ്, പ്രൊസീജറൽ മെമ്മറി. ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ള ഓർമ്മയാണ്. സ്കിൽസ്, സൈക്കിൾ ഓടിക്കുന്നത്, നീന്തുന്നത്, കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ആലോചിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതെ. പലപ്പോഴും നമ്മളത് എങ്ങനെ ചെയ്യുന്നു എന്ന് വിശദീകരിക്കാൻ പോലും പ്രയാസമായിരിക്കും. പക്ഷേ നമുക്ക് ചെയ്യാൻ അറിയാം. അതാണ് പ്രൊസീജറൽ മെമ്മറി. പിന്നെ പൈവിയോ ഇമേജറി എന്നൊരാശയവും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ. പക്ഷേ അത് ഈ പറഞ്ഞ സെമാന്റിക് എപ്പിസോഡിക് നിയമങ്ങൾ തന്നെയാണോ പാലിക്കുന്നത് എന്നതിലൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പിലിഷിനൊക്കെ അതിൽ വേറെ വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ശരി. അപ്പോ ഈ മോഡൽ അനുസരിച്ച് ഓർമ്മ എന്നത് ഒരു യാത്രയാണ്. സെൻസറി ഇൻപുട്ടിൽ നിന്നും തുടങ്ങി ശ്രദ്ധ കിട്ടിയാൽ ഷോർട്ട് ടേം മെമ്മറിയിലെത്തുന്നു. അവിടെ റിഹേഴ്സൽ നടന്നാൽ ലോങ് ടേം മെമ്മറിയിലെത്തുന്നു. അല്ലാത്തവ വഴിയിൽ നഷ്ടപ്പെടുന്നു. അതെ, ഏകദേശം അതാണ് ബേസിക് ഫ്ലോ. പക്ഷെ അപ്കിൻസിനും ഷിഫ്രിനും വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അവർ മെമ്മറി, അതായത് ഓർമ്മിക്കുന്ന ഡാറ്റയും മെമ്മറി സ്റ്റോറുകൾ, അതായത് ഈ സെൻസറി, ഷോർട്ട് ടേം, ലോങ് ടേം ഘടനകളും തമ്മിൽ ഒരു വ്യത്യാസം കാണുന്നുണ്ട്.
ഒരു വിവരം എത്ര നേരം ഓർത്തു എന്നതുകൊണ്ട് മാത്രം അതേത് സ്റ്റോറിലാണ് ഇരിക്കുന്നത് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഓഹോ. പിന്നെ ഈ വിവരങ്ങൾ ഒരു സ്റ്റോറിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നത് അത് പ്രധാനമായും നമ്മുടെ കൺട്രോളിലുള്ള പ്രോസസ്സുകളാണ്. ഈ ശ്രദ്ധ, റിഹേഴ്സലൊക്കെ. അതുപോലെ സെൻസറി രജിസ്റ്ററിൽ നിന്ന് ചിലപ്പോൾ നേരിട്ട് LTMലേക്കും വിവരങ്ങൾ പോകാനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല. അപ്പോ ഇതൊരു ബേസിക് ഫ്രെയിംവർക്ക് ആണല്ലേ, ഓർമ്മയെ ഘടനാപരമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്ന്? തീർച്ചയായും. ഈ മോഡൽ ഓർമ്മയെക്കുറിച്ച് പഠിക്കുന്നതിൽ ഒരു വലിയ മുന്നേറ്റമായിരുന്നു. വളരെ ലളിതമായി എന്നാൽ പ്രധാനപ്പെട്ട പല ഘടകങ്ങളെയും ഉൾക്കൊള്ളിച്ച് ഓർമ്മയുടെ പ്രോസസ്സ് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ യഥാർത്ഥ അനുഭവം എപ്പോഴും ഇത്ര ക്ലിയർ കട്ടായിട്ടുള്ള സ്റ്റേജുകളായിട്ടാണോ നടക്കുന്നത്? അതോ ഈ പറയുന്ന സെൻസറി, ഷോർട്ട് ടേം, ലോങ് ടേം മെമ്മറികൾ എപ്പോഴും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്ത് പ്രവർത്തിക്കുകയാണോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഴയൊരു കാര്യം ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഘട്ടങ്ങളെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരു രസകരമായ ചിന്തയാണ്. നമ്മുടെ ഓർമ്മ ശരിക്കും ഒരു അത്ഭുതം തന്നെയല്ലേ? ചില കാര്യങ്ങൾ എത്ര ശ്രമിച്ചാലും നമ്മൾ മറന്നുപോകും. അതേസമയം മറ്റു ചിലത് വർഷങ്ങൾ കഴിഞ്ഞാലും നല്ല വ്യക്തമായിട്ട് ഓർമ്മ കാണും. അതെന്താ അങ്ങനെ? ഈ വ്യത്യാസം എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മൾ ഇന്ന് അതാണ് നോക്കുന്നതല്ലേ? നിങ്ങൾ പങ്കുവച്ച ചില പഠനങ്ങളുണ്ട്. ഉണ്ട്. നമ്മളൊരു വിവരം എങ്ങനെയാണ് തലച്ചോറിലേക്ക് എടുക്കുന്നത് എന്നത് അതെത്ര കാലം അവിടെ നിൽക്കും എന്ന് തീരുമാനിക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട്. അതാണ് പ്രധാന വിഷയം. പ്രധാനമായും 2 ആശയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, റഷ്യൻ മനഃശാസ്ത്രജ്ഞനായ സിൻചെങ്കോയുടെ ലെവൽ ഓഫ് റീകോൾ, അതായത് LOR. ഓക്കെ. പിന്നെ ക്രെയ്ഗ്, ലോക്ഹാർട്ട് എന്നിവരുടെ ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ്, അതായത് LOP. LOP. ഈ 2 ആശയങ്ങളും ഓർമ്മയുടെ ആഴത്തെക്കുറിച്ചാണ് പറയുന്നതല്ലേ? അതെ. എത്രത്തോളം ആഴത്തിൽ നമ്മൾ വിവരങ്ങളുമായി ഇടപെടുന്നു എന്നതിനെക്കുറിച്ചാണ്. അപ്പോ ആദ്യം സിൻചെങ്കോയുടെ കണ്ടെത്തൽ നോക്കാം. നമ്മുടെ ലക്ഷ്യം ഓർമ്മയെ സ്വാധീനിക്കുമെന്നാണോ അദ്ദേഹം പറഞ്ഞത്? ശരിയാണ്. അദ്ദേഹം ഒരു പരീക്ഷണം നടത്തിയല്ലോ. ആളുകൾക്ക് കുറച്ച് വാക്കുകൾ കൊടുത്തു, എന്നിട്ട് അവ തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ പറഞ്ഞു. ഉദാഹരണത്തിന് ഇപ്പോ ഹൗസ് എന്ന വാക്ക്, അതുമായി ബന്ധപ്പെടുത്തി വിൻഡോ, ബിൽഡിംഗ്, ഫിഷ്, ഇങ്ങനെ 3 വാക്കുകൾ കൊടുത്തുന്ന് വെക്കുക. ഓക്കെ. എന്നിട്ട് ഒരു കൂട്ടരോട് പറഞ്ഞു അർത്ഥത്തിൽ ഏറ്റവും വ്യത്യാസമുള്ള വാക്ക് കണ്ടെത്താൻ, അതായത് ഹൗസ്, ഫിഷ്. വേറൊരു കൂട്ടരോട് വസ്തുക്കൾ തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം, ഹൗസ്, വിൻഡോ. മൂന്നാമത്തെ കൂട്ടരോട് യുക്തിപരമായ ബന്ധം, അതായത് ഹൗസ്, ബിൽഡിംഗ്. എന്നിട്ടെന്തായി? ഓർത്തെടുക്കുന്നതിൽ വ്യത്യാസം വന്നോ? വന്നു, തീർച്ചയായും വന്നു. യുക്തിപരമായ ബന്ധം, ആ ലോജിക്കൽ കണക്ഷൻ കണ്ടെത്താൻ ശ്രമിച്ചില്ലേ, അവർക്കാണ് ആ വാക്കുകൾ പിന്നീട് നന്നായിട്ട് ഓർത്തെടുക്കാൻ പറ്റിയത്. അതായത് കൂടുതൽ ആഴത്തിൽ ചിന്തിച്ചതുകൊണ്ട്. അതെ. വിവരത്തെ എത്രത്തോളം അർത്ഥവത്തായി ആഴത്തിൽ വിശകലനം ചെയ്യുന്നു, ഡീപ് പ്രോസസ്സിംഗ് എന്ന് പറയും, അത്രത്തോളം ഓർമ്മ കൂടും. ഇതിനെയാണ് സിൻചെങ്കോ LOR, ലെവൽ ഓഫ് റീകോൾ എന്ന് വിളിച്ചത്. അപ്പോ നമ്മുടെ ലക്ഷ്യം എന്താണെന്നത് ഓർമ്മയെ സ്വാധീനിക്കും? തീർച്ചയായും. ആഴത്തിലുള്ള അപഗ്രഥനമാണ് ലക്ഷ്യമെങ്കിൽ ഓർമ്മ കൂടും. ശരി. അപ്പോൾ ഈ ആഴത്തിലുള്ള അപഗ്രഥനം എന്ന ആശയം അത് ക്രെയ്ഗും ലോക്ഹാർട്ടും കൂടുതൽ വിശദീകരിച്ചു അല്ലേ? അവരുടെ LOP സിദ്ധാന്തം എന്താണ്? അവർ ഓർമ്മയെ കണ്ടത് തട്ടുകളായിട്ടല്ല, അങ്ങനെ ഒരു സ്റ്റോറേജ് മോഡലല്ല, മറിച്ച് നമ്മൾ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിലെ ഒരു തുടർച്ചയായ ആഴമായിട്ടാണ്. ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ്, LOP. ആഴം അതെങ്ങനെയാണ്? ഒരു വിവരം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പല തലങ്ങളിൽ അതിനെ അപഗ്രഥിക്കാം. ഏറ്റവും പുറമേയുള്ള തലം അതിൻ്റെ ഘടന ശ്രദ്ധിക്കലാണ്, സ്ട്രക്ചറൽ പ്രോസസ്സിംഗ്. ഉദാഹരണത്തിന് ഒരു വാക്കിലെ അക്ഷരങ്ങൾ വലുതാണോ ചെറുതാണോ എന്ന് നോക്കുന്നത്. അത് വളരെ ഉപരിപ്രമമാണ്. ശരി. കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ് അതിൻ്റെ ശബ്ദം ശ്രദ്ധിക്കൽ, ഫൊണീമിക് പ്രോസസ്സിംഗ് എന്ന് പറയും. വാക്ക് കേൾക്കാൻ എങ്ങനെയുണ്ട്, അതിന് വേറെ വാക്കുകളുമായി പ്രാസമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നത്. ഓക്കെ. അപ്പൊ ഏറ്റവും ആഴത്തിലുള്ള തലം അതാണ് വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കൽ, സിമാൻറ്റിക് പ്രോസസ്സിംഗ്. ആ വാക്ക് എന്തിനെക്കുറിച്ചാണ്, അത് മറ്റ് കാര്യങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും ആഴത്തിൽ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിദ്ധാന്തം പറയുന്നത് കൂടുതൽ ആഴത്തിൽ പ്രോസസ്സ് ചെയ്താൽ ഓർമ്മ കൂടുമെന്നാണ് അല്ലേ? അതെ, അതാണ് പ്രധാന ആശയം. ഡീപ്പർ പ്രോസസ്സിംഗ് ഓർമ്മയെ കൂടുതൽ ശക്തവും നിലനിൽക്കുന്നതുമാക്കും. ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. ഇപ്പോൾ നിങ്ങളൊരു ലേഖനം വായിക്കുകയാണ്.
അതിലെ അക്ഷരത്തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കാൻ വായിക്കുന്നത്. പ്രൂഫ് റീഡിംഗ് അത് സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഫൊണീമിക് പ്രോസസ്സിംഗ് ആയിരിക്കാം. പ്രോസസ്സിംഗ് ആണ്, കൂടുതൽ ആഴത്തിലുള്ളതാണ്, അത് ഓർമ്മയിൽ നന്നായി നിൽക്കും. ശരിയാണ്. നമ്മൾ ഓർക്കാൻ വേണ്ടി കാര്യങ്ങൾ ആവർത്തിച്ചു പറയാറുണ്ടല്ലോ, റിഹേഴ്സൽ. അതിനെക്കുറിച്ച് ഈ സിദ്ധാന്തം എന്താണ് പറയുന്നത്? നല്ല ചോദ്യം. LOP സിദ്ധാന്തം 2 തരം റിഹേഴ്സലിനെ പറ്റി പറയുന്നുണ്ട്. ഓഹോ. ഒന്ന് മെയിൻ്റനൻസ് റിഹേഴ്സൽ, അതായത് ഒരു ഫോൺ നമ്പർ കിട്ടിയാൽ അത് മറക്കാതിരിക്കാൻ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുണ്ടിരിക്കില്ലേ? അതെ അതെ. വിവരത്തെ അതേപടി നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഇത് താൽക്കാലികമായി ഓർക്കാൻ സഹായിക്കും, പക്ഷേ ദീർഘകാല ഓർമ്മയെ ഇത് കാര്യമായി മെച്ചപ്പെടുത്തില്ല. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ രീതിയോ? അതാണ് പ്രധാനം, എലാബറേറ്റീവ് റിഹേഴ്സൽ. ഇവിടെ നമ്മൾ വെറുതെ ആവർത്തിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെന്താണ്? പുതിയ വിവരത്തിന് നമ്മൾ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അതിനെ നമ്മുടെ കയ്യിലുള്ള പഴയ അറിവുകളുമായി ബന്ധിപ്പിക്കുന്നു. കണക്ട് ചെയ്യുന്നു. അതെ, ഉദാഹരണങ്ങൾ ചിന്തിക്കുന്നു, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ വിവരത്തെ നമ്മൾ വികസിപ്പിക്കുകയാണ്, അതിനെ അർത്ഥവത്താക്കി മാറ്റുകയാണ്. ഇതാണ് ഓർമ്മയെ ശരിക്കും ശക്തിപ്പെടുത്തുന്നത്. വളരെ വ്യക്തമായി. പക്ഷേ ഈ സിദ്ധാന്തത്തിന് എന്തെങ്കിലും പരിമിതികളോ വിമർശനങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഈ ആഴം എന്നൊക്കെ പറയുന്നത് അതെങ്ങനെ കൃത്യമായി അളക്കും? ഉണ്ട്, തീർച്ചയായും വിമർശനങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് പ്രധാന വിമർശനം. ഈ ആഴം അല്ലെങ്കിൽ ഡെപ്ത് എന്നത് വസ്തുനിഷ്ഠമായി അളക്കാനൊരു മാർഗമില്ല. ഓർമ്മ നന്നായി നിന്നാൽ നമ്മൾ പറയും അത് ആഴത്തിൽ പ്രോസസ് ചെയ്തു എന്ന്. എന്തുകൊണ്ട് ഓർമ്മ നന്നായി നിന്നു? കാരണം ആഴത്തിൽ പ്രോസസ് ചെയ്തു. ഇതൊരു തരം വൃത്തയുക്തിയാണ്, സർക്കുലർ ആർഗ്യുമെന്റ്. ഓ, ശരിയാണ്. അതായത് ഓർമ്മയുടെ നിലവാരം വെച്ചല്ലാതെ ആഴമളക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സിദ്ധാന്തത്തിന് കാര്യമായ പ്രവചനശേഷിയില്ല എന്ന് വിമർശകർ പറയുന്നു. വേറെ വിമർശനങ്ങൾ? എന്നാലും ഇതിനെ പിന്തുണയ്ക്കുന്ന പരീക്ഷണങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടുണ്ട്. വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും LOP സിദ്ധാന്തത്തെ സാധൂകരിക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. ക്രേഗും ടൾവിങ്ങും നടത്തിയ പരീക്ഷണം വളരെ പ്രശസ്തമാണ്. അതെന്തായിരുന്നു? അവർ ആളുകൾക്ക് കുറെ വാക്കുകൾ കാണിച്ചു, എന്നിട്ട് ഓരോ വാക്കിനും 3 തരം ചോദ്യങ്ങളിൽ ഒന്ന് ചോദിച്ചു. ഒന്നുകിൽ ഘടനയെക്കുറിച്ച്, സ്ട്രക്ചർ, അതായത് വാക്ക് വലിയ അക്ഷരത്തിലാണോ, അല്ലെങ്കിൽ ശബ്ദത്തെക്കുറിച്ച്, ഫുനീമിക്, ഈ വാക്കിന് കാറ്റ് എന്ന വാക്കുമായി പ്രാസമുണ്ടോ, അല്ലെങ്കിൽ അർത്ഥത്തെക്കുറിച്ച്, സിമാന്റിക്, ഇതൊരു ജീവിയുടെ പേരാണോ, അല്ലെങ്കിൽ ഇതൊരു പഴമാണോ, അങ്ങനെ എന്തെങ്കിലും. എന്നിട്ട് പിന്നീട് ഈ കണ്ട വാക്കുകളൊക്കെ ഓർത്തെടുക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഏറ്റവും നന്നായി ഓർത്തെടുത്തത് ആരാണെന്നറിയുമോ? ആരാണ്? അതെ, സിമാന്റിക് പ്രോസസ്സിംഗ് നടത്തിയവർ മറ്റുള്ളവരെക്കാൾ വളരെ നന്നായി വാക്കുകൾ ഓർത്തെടുത്തു. ഇത് കാണിക്കുന്നത് ആഴത്തിലുള്ള അർത്ഥപരമായ വിശകലനം ഓർമ്മയെ കാര്യമായി മെച്ചപ്പെടുത്തും എന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയുടെ ഒരു കാതൽ ഇതാണ്. നമ്മൾ എന്തു പഠിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം അത് എങ്ങനെ പഠിക്കുന്നു എന്നതാണ്. കൃത്യമായി പറഞ്ഞു. വെറുതെ ആവർത്തിച്ച് ഉരുവിടുന്നതിനേക്കാൾ, അതായത് മെയിൻ്റനൻസ് റിഹേഴ്സലിനേക്കാൾ കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം, നമ്മുടെ പഴയ അറിവുകളുമായി അതിനെ ബന്ധിപ്പിക്കണം. എലാബറേറ്റീവ് റിഹേഴ്സൽ അതാണ് ഓർമ്മയെ ശരിക്കും കൂട്ടുന്നത്. തീർച്ചയായും. വിവരങ്ങളെ നമ്മൾ എത്രത്തോളം ആഴത്തിൽ സമീപിക്കുന്നുവോ അത്രത്തോളം അത് നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കും. അപ്പോ ശ്രോതാക്കൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു കാര്യമാണിത്. അതെ, നിങ്ങൾ അടുത്ത തവണ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ അക്ഷരങ്ങളോ ശബ്ദമോ മാത്രം ശ്രദ്ധിക്കാതെ അതിൻ്റെ അർത്ഥമെന്താണ്, അത് നിങ്ങൾക്കറിയാവുന്ന മറ്റ് കാര്യങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ചിലപ്പോൾ നിങ്ങൾ അവസാനമായിട്ട് നന്നായി ഓർത്തുവയ്ക്കുന്നൊരു കാര്യം അതെങ്ങനെയാണോ ഓർമ്മയിൽ വന്നതെന്ന് ചിന്തിച്ചാൽ മതി. അത് വെറുതെ കേട്ടിരുന്നതുകൊണ്ടാണോ, അതോ നിങ്ങൾ അതിനെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിച്ചോ, അല്ലെങ്കിൽ സ്വന്തം വാക്കുകളിൽ എവിടെയെങ്കിലും കുറിച്ചുവെച്ചോ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ പഴയൊരു അനുഭവമായി അതിനെ കൂട്ടിവായിച്ചോ? ആ ഉത്തരം ഒരുപക്ഷെ നിങ്ങളുടെ പഠനരീതിയെ തന്നെ മാറ്റാൻ സഹായിച്ചേക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ചിന്തയാണ്. ഇന്ന് നമ്മൾ ഓർമ്മയുടെ 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, എന്തുകൊണ്ടാണ് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർക്കാൻ ഇത്ര എളുപ്പം? അതാണ് ഈ സെൽഫ് റെഫറൻസ് ഇഫക്റ്റ്. പിന്നെ തലച്ചോറിലെ കണക്ഷൻസ് പോലെ ഓർമ്മ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു തിയറി, കണക്ഷനിസ്റ്റ് മോഡൽ. അതെ, പാരലൽ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് മോഡൽ എന്നും പറയും, PDP. PDP മോഡൽ. നമ്മളിവിടെ റോജേഴ്സ്, കൂപ്പർ, കിർക്കർ, പിന്നെ റുമൽഹാർട്ട്, മക്ലെലാൻഡ് ഇവരുടെയൊക്കെ ചില പഠനങ്ങളെ ബേസ് ചെയ്താണ് സംസാരിക്കുന്നത്. ശരിയാണ്. അപ്പം നമ്മുടെ ലക്ഷ്യം ഈ ആശയങ്ങളൊക്കെ എന്താണെന്നും ഇത് നിങ്ങളുടെ ഓർമ്മയെക്കുറിച്ച് എന്തെങ്കിലും പുതിയ ചിന്തകൾ തരുന്നുണ്ടോ എന്നും നോക്കലാണ്. റെഡിയല്ലേ? തുടങ്ങാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കാര്യം, ഈ സെൽഫ് റെഫറൻസ് ഇഫക്റ്റ്
നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അത് അത്ര സ്പെഷ്യലായ ഓർമ്മയിൽ നിൽക്കുന്നത്? റോജേഴ്സും കൂട്ടരും 1977 ഒരു പരീക്ഷണം നടത്തിയല്ലേ? കുറച്ച് വാക്കുകൾ, ആഡ്ജക്റ്റീവ്സ്, ആളുകളെ കാണിച്ചു. അതെ. എന്നിട്ട് 4 രീതിയിൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ പറഞ്ഞു. ഒന്ന്, ആ വാക്കിന്റെ ഒരു ഘടന, സ്ട്രക്ചറലായിട്ട്. പിന്നെ ശബ്ദം, ഫോണീമിക്. അതെ. പിന്നെ അതിന്റെ അർത്ഥം, സിമാൻറ്റിക്. 4ാമതായിട്ട് അത് അവരുമായിട്ട്, വ്യക്തിപരമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് നോക്കാൻ, സെൽഫ് റെഫറൻസ്. അതെ. ഇത് ശരിക്കും പറഞ്ഞാല് ക്രേക്കും ടൾവിങ്ങും മുമ്പ് ചെയ്തൊരു പഠനമില്ലേ, ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ്. ലെവൽസ് ഓഫ് പ്രോസസ്. അതിന്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതായത് നമ്മൾ ഒരു വിവരത്തെ എത്ര ആഴത്തിൽ പ്രോസസ്സ് ചെയ്യുന്നുവോ അത്രത്തോളം അത് ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ റോജേഴ്സിന്റെ പരീക്ഷണത്തിൽ കിട്ടിയ റിസൾട്ട് എന്താന്ന് വെച്ചാൽ, പ്രതീക്ഷിച്ച പോലെ തന്നെ വെറുതെ ആ വാക്കിന്റെ ഘടന മാത്രം നോക്കിയപ്പോൾ ഓർമ്മ കുറവായിരുന്നു. ഏറ്റവും കുറവ്. അതെ. പിന്നെ ശബ്ദം ശ്രദ്ധിച്ചപ്പോൾ കുറച്ചുകൂടി, അർത്ഥം ചിന്തിച്ചപ്പോൾ വീണ്ടും മെച്ചപ്പെട്ടു. പക്ഷേ ഏറ്റവും കൂടുതൽ വാക്കുകൾ ഓർത്തെടുത്തത് എപ്പോഴാണെന്ന് വെച്ചാൽ, എപ്പോഴാണ്? ആ വാക്ക് തങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചപ്പോഴാണ്. അതായത് സെൽഫ് റെഫറൻസ് കണ്ടീഷനിൽ. അപ്പൊ അതാണ് കാര്യം. നമ്മളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓർമ്മ ഭയങ്കരമായിട്ട് കൂടുന്നു. ഇതിന്റെ പിന്നിലെ സൈക്കോളജി അതെന്തായിരിക്കും? അവിടെയാണ് ഈ സെൽഫ് സ്കീമ എന്നൊരു ആശയം വരുന്നത്. സെൽഫ് സ്കീമ. അതെ. നമുക്കെല്ലാവർക്കും നമ്മളെക്കുറിച്ചൊരു ധാരണയുണ്ട്. ഞാൻ ആരാണ്, എൻ്റെ ഇഷ്ടങ്ങൾ, കഴിവുകൾ, എൻ്റെ അനുഭവങ്ങൾ, ഇതൊക്കെ ചേർന്ന ഒരു വലിയൊരു ഡേറ്റാബേസ് പോലെ. ഒരു മെന്റൽ ഫ്രെയിംവർക്ക്. അതെ, ഒരു ഫ്രെയിംവർക്ക്. ഇതിന് ചിലപ്പോൾ ഒരു നാർസിസ്റ്റിക് ട്രെയ്റ്റ് എന്നും പറയാം. കാരണം നമ്മൾ സ്വാഭാവികമായും നമ്മളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടല്ലോ. ശരിയാണ്. അപ്പോ നമുക്ക് നമ്മളെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ അറിയാം. ഈ ഞാൻ, എന്റേത് എന്ന ചിന്തയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകളും വികാരങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു വിവരം വരുമ്പോൾ അത് നമ്മളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനെ ഈ നിലവിലുള്ള വലിയൊരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. അതിനെ ഓർഗനൈസ് ചെയ്യാനും ഓർത്തെടുക്കാനും മറ്റുള്ള വിവരങ്ങളെക്കാൾ എളുപ്പത്തിൽ സാധിക്കുന്നു. കാരണം ആ നെറ്റ്വർക്ക് അത്രയും വിപുലവും ശക്തവുമാണ്. വളരെ ക്ലിയറായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, എന്തെങ്കിലും പഠിക്കുമ്പോൾ അത് നമ്മളുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നത് ഓർമ്മ കൂട്ടാൻ നല്ലൊരു വഴിയാണ്. തീർച്ചയായും നല്ലൊരു ഓർമ്മ തന്ത്രമാണത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെമ്മറി മോഡലിലേക്ക് കടക്കാം. കണക്ഷനിസ്റ്റ് മോഡൽ അല്ലെങ്കിൽ പാരലൽ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ്, PDP മോഡൽ. അതെ, റുമൽഹാർട്ടും മെക്ലെലാൻഡും. അതെ. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? ഇത് മറ്റു മോഡലുകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാവുന്നു? ശരിക്കും ഇതിൻ്റെ ഒരു പ്രധാന ആകർഷണം എന്താന്ന് വെച്ചാൽ, ഇത് തലച്ചോറിന്റെ പ്രവർത്തനം എങ്ങനെയാണോ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓ, ബ്രെയിനിനെ പോലെ. അതെ. നമ്മൾ സാധാരണ കമ്പ്യൂട്ടറുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഓരോ കാര്യങ്ങളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്, സീക്വൻഷ്യൽ പ്രോസസ്സിംഗ്. ശരി. പക്ഷെ നമ്മുടെ തലച്ചോറ് അങ്ങനെയല്ലല്ലോ. ഒരുപാട് ന്യൂറോണുകൾ ഒരേ സമയം പ്രവർത്തിക്കുന്നു. ഒരു പാരലൽ സിസ്റ്റമാണ്. ഒരു നെറ്റ്വർക്ക് പോലെ. കൃത്യം, ഒരു വലിയ നെറ്റ്വർക്ക്. ഈ PDP മോഡൽ പറയുന്നത് നമ്മുടെ ഓർമ്മയും ചിന്തയുമൊക്കെ ഇതുപോലെ സമാന്തരമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ യൂണിറ്റുകളുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന്. യൂണിറ്റുകൾ, അതായത് ന്യൂറോണുകൾക്ക് സമാനമായ എന്തെങ്കിലും? ഏകദേശം. ഈ മോഡലിൽ യൂണിറ്റ്സ് എന്ന് പറയുന്ന സിമ്പിൾ പ്രോസസ്സിംഗ് എലമെന്റ്സ് ഉണ്ട്. ഇവ പരസ്പരം കണക്റ്റഡ് ആണ്. അവ തമ്മിൽ സിഗ്നലുകൾ കൈമാറും. സിഗ്നലുകൾ? അതെ. ചില സിഗ്നലുകൾ ഒരു യൂണിറ്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും. അതിനെ എക്സൈറ്റേറ്ററി സിഗ്നൽ എന്ന് പറയും. ചിലത് ഒരു യൂണിറ്റിന്റെ പ്രവർത്തനം കുറയ്ക്കും. അത് ഇൻഹിബിറ്ററി സിഗ്നൽ. എക്സൈറ്റേറ്ററി, ഇൻഹിബിറ്ററി. ഓക്കെ. അപ്പോ ഓർമ്മ എന്നത് ഈ മോഡൽ പ്രകാരം ഒരു പ്രത്യേക ഫയലിലോ ലൊക്കേഷനിലോ സ്റ്റോർ ചെയ്ത ഒന്നല്ല. പിന്നെവിടെയാണ്? അത് ഈ യൂണിറ്റുകൾ തമ്മിലുള്ള കണക്ഷനുകളുടെ ശക്തിയിലാണുള്ളത്. ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഈ നെറ്റ്വർക്കിലെ ഒരു പാറ്റേൺ ഓഫ് ആക്ടിവേഷൻ ആണ്. അത് ഈ നെറ്റ്വർക്കിലുടനീളം വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇൻട്രസ്റ്റിംഗ്. അപ്പോ ഒരു ഉദാഹരണം വെച്ച് പറയാമോ? ഇപ്പോ എന്റെ ഒരു സുഹൃത്തിന്റെ പേര്, അതെങ്ങനെയാണ് ഈ മോഡൽ വെച്ച് ഓർത്തെടുക്കുന്നത്? നല്ല ചോദ്യം. ഈ മോഡലില് മെമ്മറി കണ്ടന്റ് അഡ്രസ്സബിൾ ആണെന്ന് പറയും. കണ്ടന്റ് അഡ്രസ്സബിൾ, അതായത് ഓർമ്മയുടെ ഏതെങ്കിലും ഒരു ഭാഗം കിട്ടിയാൽ മതി, അതുമായി ബന്ധപ്പെട്ട ബാക്കി ഭാഗങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പോ സുഹൃത്തിന്റെ പേരോർക്കണമെങ്കിൽ
ഒരുപക്ഷെ ആ സുഹൃത്തിന്റെ മുഖം മനസ്സിൽ വന്നേക്കാം, അല്ലെങ്കിൽ അയാൾ ജോലി ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രത്യേക സ്വഭാവം. സൂചനകൾ. അതെ, ഈ സൂചനകൾ കിട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട യൂണിറ്റുകൾ ആക്ടിവേറ്റ് ആകും. ആ ആക്ടിവേഷൻ നെറ്റ്വർക്കിലൂടെ പടർന്ന് അവസാനം പേരുമായി ബന്ധപ്പെട്ട യൂണിറ്റുകളെയും ആക്ടിവേറ്റ് ചെയ്യും. കൂടുതൽ നല്ല സൂചനകൾ ഉണ്ടെങ്കിൽ, അതായത് താടിയുണ്ട്, ഇടംകയ്യനാണ്, ടെന്നീസ് കളിക്കുമെന്നൊക്കെ അറിയാമെങ്കിൽ ഓർത്തെടുക്കാൻ എളുപ്പമാകും. മെക്കാനിസം ഉണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ ഇൻഹിബിറ്ററി സിഗ്നലുകളുടെ റോൾ. ഇപ്പൊ പുരുഷൻ എന്നൊരു ക്യൂ ഉണ്ടെങ്കിൽ അതുമായി ബന്ധമില്ലാത്ത സ്ത്രീ പേരുകളുമായി ബന്ധപ്പെട്ട യൂണിറ്റുകൾക്ക് ഒരു ഇൻഹിബിഷൻ വരും. ഓക്കെ, അത് കൊള്ളാം. പിന്നെ ഈ പ്രോട്ടോടൈപ്പ് ലേണിംഗ് ഒക്കെ ഇത് വെച്ച് വിശദീകരിക്കാൻ പറ്റുമോ? പറ്റും. ഇപ്പോൾ ഒരു കുട്ടി പലതരം നായ്ക്കളെ കാണുന്നു. ഓരോ നായയെ കാണുമ്പോഴും അതിന്റെ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട യൂണിറ്റുകൾ ആക്ടിവേറ്റ് ആകും. ഈ അനുഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നായ എന്ന പൊതുവായ ഫീച്ചേഴ്സുള്ള യൂണിറ്റുകൾ തമ്മിലുള്ള കണക്ഷനുകൾ ശക്തിപ്പെടും. അങ്ങനെ ആ കുട്ടിക്ക് നായ എന്നതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ്, ഒരു മാതൃക മനസ്സിൽ രൂപപ്പെടും. അതായത് ഓരോ അനുഭവവും ആ നെറ്റ്വർക്കിലെ കണക്ഷനുകളെ മാറ്റിയെഴുതുന്നു. അതെ, ലേണിംഗ് എന്ന് പറയുന്നത് ആ കണക്ഷൻ വെയ്റ്റ്സിൽ വരുന്ന മാറ്റങ്ങളാണ്. കൊള്ളാം. അപ്പോൾ നമ്മൾ 2 പ്രധാനപ്പെട്ട മോഡലുകൾ നോക്കി: സെൽഫ് റെഫറൻസ് ഇഫക്റ്റും കണക്ഷനിസ്റ്റ് മോഡലും. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് പ്രധാനമായിട്ട് ഓർമ്മയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായും. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഒന്ന്, നമ്മൾ വിവരങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ അതിനെ വെറുതെ ഉരുവിട്ട് പഠിക്കുന്നതിനേക്കാൾ പ്രധാനം അതിനെ ആഴത്തിൽ മനസ്സിലാക്കുക, അതിനെ അർത്ഥം കണ്ടെത്തുക, മറ്റു കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുക എന്നതൊക്കെയാണ് മീനിങ്ഫുൾ ലേണിംഗ്. അതെ, അതിനെയാണ് നമ്മൾ വിപുലീകരണം അഥവാ ഇലാബറേഷൻ എന്ന് പറയുന്നത്. സെൽഫ് റെഫറൻസ് ഇഫക്റ്റ് ഇതിന്റെ ഒരു നല്ല ഉദാഹരണമാണ്. നമ്മളുമായി ബന്ധപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഒരു ഡീപ്പ് പ്രോസസ്സിംഗ് നടക്കുന്നു. ശരി. രണ്ടാമത്തെ കാര്യമോ? ഇരിക്കുന്നൊരു സാധനമല്ല, അതൊരു ആക്റ്റീവ് പ്രോസസ്സാണ്. പുതിയ വിവരങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള നിലവിലുള്ള അറിവിന്റെയും അനുഭവങ്ങളുടെയും ഒരു ചട്ടക്കൂട്, ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ട്. ആ ഫ്രെയിംവർക്കിലേക്ക് ഈ പുതിയ വിവരങ്ങളെ നമ്മൾ ചേർക്കുകയാണ്, അല്ലെങ്കിൽ താരതമ്യം ചെയ്യുകയാണ്. ചിലപ്പോൾ ആ ഫ്രെയിംവർക്കിനെ തന്നെ മാറ്റിയെഴുതുകയാണ്. PDP മോഡൽ കാണിക്കുന്നത് പോലെ ഓർമ്മ എന്നത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കണക്ഷനുകളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ഡൈനാമിക് സിസ്റ്റമാണ്. അപ്പോൾ ഓർമ്മയെക്കുറിച്ചുള്ള ഈ 2 വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, സെൽഫ് റെഫറൻസും കണക്ഷനിസവും, നിങ്ങൾക്ക് പുതിയ ചില ഉൾക്കാഴ്ചകൾ നൽകി കാണുമെന്ന് കരുതുന്നു, പ്രതീക്ഷിക്കുന്നു. പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കായി ഒരു ചിന്ത. നമ്മുടെ സെൽഫ് സ്കീമ, അതായത് നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ, ഓർമ്മയെ ഇത്രയധികം സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും മുൻവിധികളുമൊക്കെ, അതായത് നമ്മുടെ ബയാസുകൾ, നമ്മൾ ഈ ലോകത്തെ ഓർത്തെടുക്കുന്ന രീതിയെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നുണ്ടാവുക? അതൊരു നല്ല ചോദ്യമാണ്. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക.